പരിമിതികളെ കുറിച്ചൊക്കെ അറിയാം. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ആ പരിമിതിക്കകത്ത് നിന്ന് മനുഷ്യനോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ നന്മകൾ നിങ്ങൾ പറയണം. അതേ മുത്തുനബി തന്നെ പറഞ്ഞത് കാണാം, വലാ തസുബ്ബുൽ അംവാത ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു. നിങ്ങൾ മരിച്ചവരെ ദുഷിപ്പ് ഒന്നും പറയരുത്, മരിച്ചവരെ കുറ്റം പറയരുത്. കാരണം അവരവരുടെ പാട്ടിന് പോയി, അവരവരായി, അവരുടെ പാടായി. ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും അവരെ പറ്റിയും മോശം പറയാൻ പാടില്ല. അതേസമയം ഏതൊരു മനുഷ്യനെ പറ്റിയും നന്മ പറയാനുണ്ടാവും സ്വാഭാവികമായിട്ട്. അബ്ദുൽ ഖാദിറിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അത് അവന്റെ നല്ല പെരുമാറ്റമാണ്, നല്ല സ്വഭാവമാണ്. വീണു എന്ന വിവരം കേട്ട ഉടനെ എനിക്ക് ഫോൺ വന്നു, കോളേജിലേക്ക് പോകുന്നു, ഒന്ന് അവിടെ ഇടപെട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സഹായിയുടെ ആളുകളെ വിളിച്ചു, പറഞ്ഞു. അതിൻ്റെ ഹെൽപ്പുകളൊക്കെ അവിടെ നിന്ന് കിട്ടി. നമുക്കത് വലിയ സന്തോഷമായി. ഞാൻ പറയുന്നത്, അവൻ മരിച്ചു എന്നുള്ള വാർത്ത പറഞ്ഞപ്പോൾ മുതുവല്ലൂർ ഫൈദി ഉസ്താദ് എൻ്റെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത്, ലാഭേച്ഛകളില്ലാതെ പണിയെടുത്തിരുന്ന പ്രവർത്തകൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും, എന്നെ ഇന്ന സ്ഥാനത്ത് വെക്കണം, സ്ഥാനക്കൊതിയില്ല, മറ്റൊന്നുമില്ല, വെറും പടച്ചോന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അബ്ദുൽ ഖാദിറിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് കിട്ടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൻ പ്രവർത്തിച്ച ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് നേതാക്കളും ഉസ്താദുമാരും ഒക്കെ വന്നു. പിന്നെ നമ്മൾ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കൂടി നമ്മൾ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായതുകൊണ്ട് ഒരു മുസ്ലിം സഹോദരന്റെ എല്ലാ ഏർപ്പാടുകളിലും നമ്മൾ പങ്കുചേരേണ്ടതാണ്. സങ്കടങ്ങൾ വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ, അതിനൊക്കെ നിങ്ങൾ കാണിച്ച ഉത്സാഹം, ആ ഉത്സാഹത്തെ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി അവന്റെ കൂട്ടുകാരും അതുപോലെ തന്നെ അവന്റെ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും മുന്നിൽ നിന്ന് ചെയ്തു കൊടുത്തത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ആ മരിച്ച ദിവസം തന്നെ ആശീർവദിക്കാൻ, അത് കണ്ടപ്പോൾ അങ്ങനെ ആശീർവദിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഉസ്താദ് അവர்கள் പറഞ്ഞപ്പോൾ ആ ഒരു ചാൻസ് മുതലാക്കി നിങ്ങൾക്കൊക്കെ നല്ല വാക്ക് പറയുക എന്നുള്ളത് മാത്രമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തി നിർവഹിക്കുന്നത്. അബ്ദുൽ ഖാദിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാപ്പ തിച്ചുണ്ണി ഉസ്താദ് ഈ നാട്ടിലേക്കൊക്കെ പരിചയം ഉണ്ടാവും. ഞാനിങ്ങനെ അവിടെ ഓതനൊക്കെ കാലത്ത് ചിന്നുലിയാരെ പറ്റി പറയലും മുപ്പൊരു മൂലിയാരല്ല, ഒരു വലിയാണെന്നാണ് പറയുന്നത്. നാടന്മാരൊക്കെ പറയും ഔലിയാണ്, അങ്ങനെ പറയാം. കാരണം അത്രയും സംശുദ്ധമായ ജീവിതം. ഞാൻ എത്രയോ നേരം മണിക്കൂറുകൾ സാധുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് സംസാരിച്ചോ അവിടെ ഒന്നും ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയുന്ന ഒരു സ്വഭാവം അതിൻ്റെ അടുത്തില്ലായിരുന്നു. അതിന് എന്തിൻ്റെ പേരിലാണെങ്കിലും ആരെ പറ്റിയൊന്നും പഴിച്ചു പറയില്ല, ദുഷിപ്പൊന്നും പറയില്ല. ഇൽമിയായ ചർച്ചകൾ മാത്രം. ഞാനൊക്കെ ആ അവസാന കാലത്ത് ഇങ്ങനെ പലപ്പോഴും ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ പലപ്പോഴും ചർച്ച ചെയ്തപ്പോൾ ദീർഘമായ സംസാരങ്ങളിൽ ഇൽമിയായ ചർച്ച മാത്രമായിരുന്നു ഉസ്താദ് അവറുകൾ പറയുന്നത്. ശംസുൽ ഉലമയുടെ കൂടെ ദർസ് നടത്താൻ നന്ദിയിൽ യോഗമുണ്ടായൊരു മഹാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശംസുൽ ഉലമയുടെ കാലത്ത് തന്നെ അല്ലേ വാപ്പാട് ദർസ് നടത്തി ലത്തീഫില് ഒരുമിച്ച് ദർസ് നടത്താൻ. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഉപ്പാന്റെ മോൻ എന്ന നിലക്കും അബ്ദുൽ ഖാദിറിന് വലിയ നേട്ടമാണ്. കാരണം വാപ്പയോ ഉമ്മയോ സ്വർഗത്തിൽ അത്യുന്നത സ്ഥാനത്താണെങ്കിൽ ആ സ്ഥാനത്തേക്ക് മക്കളെയും കൂടെ അല്ലാഹു തആല ഉയർത്തുന്ന എന്തിന്? അവർക്ക് ഒന്നിച്ച് സ്വർഗം എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇത് സൂറത്തുൽ റഅദിൽ അല്ലാഹു പറയുന്നുണ്ട്, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദാർ. ഉമ്മയും ഉപ്പയും കെട്ടിയോനും കെട്ടിയോളും കുട്ടികളും എല്ലാവരും സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മലക്കുകൾ സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും സ്വർഗത്തിലേക്ക് കടന്നു വന്നിട്ട് പറയും, കുടുംബമേ, നിങ്ങൾ നല്ല നിലക്ക് ക്ഷമിച്ച് ജീവിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര വലിയ നേട്ടം കിട്ടിയത്? ഈ അവസാനമായി നിങ്ങൾക്ക് കിട്ടിയ ഈ ഭവനം എത്ര മനോഹരമാണ്, ഈ സ്വർഗം എന്ന് പറഞ്ഞ് ആശീർവദിക്കും. ആ ആശീർവാദം കേൾക്കാൻ അബ്ദുൽ ഖാദിറിനും ഉപ്പക്കും ഉമ്മക്കും സഹോദരങ്ങൾക്കും
അവന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, കുടുംബത്തിലൊരു മെമ്പറെ പോലും നീ നരകത്തിന്റെ വിറകാക്കരുത്. അള്ളാഹ് ഞങ്ങളുടെ കുടുംബത്തെയും മുഴുവൻ നീ സ്വർഗത്തിൽ ഒന്നിച്ചു ചേർത്തു തരണേ അള്ളാഹ്. ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് അബ്ദുൽ ഖാദറിന്റെ കുടുംബവും മക്കളുമാണ്. ഞാൻ നാട്ടുകാരോട്, കുടുംബക്കാരോട്, വലിയൊരു കുടുംബത്തിലെ അംഗാണ് അബ്ദുൽ ഖാദർ, കുടുംബക്കാരോടും പറയുന്നു, അതോടൊപ്പം അബ്ദുൽ ഖാദർ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനബന്ധുക്കളോടും പറയാണ്, നിങ്ങൾക്കൊക്കെ വലിയ ബാധ്യതകളുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടണം, ആ മക്കളെ ഏറ്റെടുക്കണം. അതുപോലെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഒപ്പം ഉണ്ടാകും. ഒരിക്കലും ഖാദറില്ലാത്ത ഒരു ക്ഷീണം ഈ കുടുംബം അറിയാൻ പാടില്ല. അറിയിക്കാതെ നിങ്ങൾ വളർത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മക്കളുടെ വിദ്യാഭ്യാസവും കാര്യമൊക്കെ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന വിവരം പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിവരവും കൂടെ പറയുന്നതോടൊപ്പം അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല, ബാക്കി കാര്യങ്ങളിലും കൂടെ നിങ്ങൾ എന്നും ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ബിച്ചുണ്ണി ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അബ്ദുൽ ഖാദറിന്റെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അതുപോലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വരെ ഒരു പെങ്ങളും മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ, ഒരു പെങ്ങളും മരണപ്പെട്ടിട്ടുണ്ട്. ആ പെങ്ങൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു നല്ല ദീർഘായുസ് നൽകട്ടെ. പഠിക്കുന്ന കാലത്ത് തന്നെ ഞാനും ലത്തീഫ് മുസ്ലിയാരും ഒക്കെ അന്ന് വലിയ കൂട്ടുകാരായിരുന്നു. പഠിക്കുന്ന കാലത്ത്, ഞാനിവിടെ ചെറിയ കുട്ടിയായി പഠിക്കുന്ന കാലത്ത്, അള്ളാഹുവെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു. പഠിച്ചവനെ, ഞങ്ങളെ ആരെയും നീ നരകത്തിലേക്ക് തള്ളരുത് റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് ദുആക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ദുആയിൽ പങ്കെടുക്കണം. ചില സ്ഥലത്തൊക്കെ അങ്ങനെ കാണാറുണ്ട്, ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ദ്വാരക്കുമ്പോഴേക്ക് ടേബിൾ ഇടലും ഭക്ഷണം നിരത്തലും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ചിലയിടത്തൊക്കെ കാണാറുണ്ട്. അത് പറഞ്ഞു കൊടുത്താൽ മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നു. നമ്മൾ ദ്വാരക്കാനാണല്ലോ കാര്യമായിട്ട് കൂടുന്നത്. ആ ദ്വാര കഴിഞ്ഞ ഉടനെ ആയാലും അതൊന്നും കൂടെ സന്തോഷാകും എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.